ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടോ? എങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തും. പേടിക്കേണ്ട, ബന്ധുക്കൾ ആരുമല്ല. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള മെക്കാനിക്കോ അല്ലെങ്കിൽ പ്രതിനിധികളോ ആണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും ഓയിൽ കമ്പനികളുടെയും നിർദ്ദേശപ്രകാരം ഇപ്പോൾ എല്ലാ വീടുകളിലും നിർബന്ധിത സുരക്ഷാ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പരിശോധന? അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് നോക്കുക, എന്തൊക്കെ ചാർജ് കൊടുക്കേണ്ടി വരും, ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് എന്ന് നോക്കാം. അടുത്ത 5 വർഷത്തേക്ക് നിങ്ങളുടെ കണക്ഷൻ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനാണ് ഈ പരിശോധന. പ്രധാനമായും 5 കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത്. 1. സുരക്ഷാ ഹോസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ട്യൂബിന് എന്തെങ്കിലും വിള്ളലുകളോ പഴക്കമോ ഉണ്ടോ എന്ന് നോക്കും. ഓർക്കുക, ഗ്യാസ് ട്യൂബുകളുടെ ആയുസ് വെറും 5 വർഷം മാത്രമാണ്. കാലാവധി കഴിഞ്ഞതാണ് എങ്കിൽ അവർ അത് മാറ്റാൻ നിർദ്ദേശിക്കും. രണ്ടാമതായി റെഗുലേറ്റർ. റെഗുലേറ്ററിന്റെ പ്രവർത്തനം കൃത്യമാണോ, അതിലൂടെ ഗ്യാസ് ചോർച്ചയുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും. മൂന്നാമതായി ഗ്യാസ് സ്റ്റൗ. സ്റ്റൗവിന്റെ ബർണറുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ, തീ കത്തുന്നത് കൃത്യമാണോ, കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഭാഗം സുരക്ഷിതമാണോ എന്ന് നോക്കും. നാലാമതായി വായു സഞ്ചാരവും സ്ഥാനവും. സിലിണ്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വായു സഞ്ചാരമുണ്ടോ എന്നും ഗ്യാസ് അടുപ്പ് സിലിണ്ടറിനേക്കാൾ ഉയർന്ന നിരപ്പിലാണോ ഇരിക്കുന്നത് എന്നും അവർ ഉറപ്പുവരുത്തും. അഞ്ചാമതായി ലീക്കേജ് ടെസ്റ്റാണ്. സോപ്പ് വെള്ളം ഉപയോഗിച്ച് കണക്ഷന്റെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള ഗ്യാസ് ചോർച്ച പോലും ഇല്ലെന്ന് ഉറപ്പാക്കും. പരിശോധനകൾക്ക് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടും അവർ തയ്യാറാക്കും. ഈ പരിശോധനകൾക്കെല്ലാം ശേഷം അവർ തത്സമയം ഒരു ഡിജിറ്റൽ റിപ്പോർട്ട് തയ്യാറാക്കും. അവരുടെ ഒഫീഷ്യൽ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ രേഖാമൂലമോ ആയിരിക്കും ഇത്. നിങ്ങളുടെ ഉപകരണങ്ങളെല്ലാം സുരക്ഷിതമാണ് എങ്കിൽ സേഫ് എന്ന് കാണിച്ച് നിങ്ങളുടെ ഗ്യാസ് ഡയറിയിൽ അവർ അത് രേഖപ്പെടുത്തും. ഇനി ഏതെങ്കിലും മാറ്റാനുണ്ടോ? ഉദാഹരണത്തിന് സുരക്ഷാ ഹോസ് പഴകിയതാണ് എങ്കിൽ അത് റിപ്പോർട്ടിൽ കാണിക്കും. പുതിയ ഹോസ് ഏജൻസിയിൽ നിന്നും വാങ്ങി മാറ്റാൻ അവർ നിർദ്ദേശിക്കും. നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ നിരക്കുകൾ മാത്രമേ ഈടാക്കാവൂ. ഒപ്പം ഇതിൻ്റെ സർവീസ് ചാർജും ഏകദേശം 200 രൂപയ്ക്കടുത്താണ് ഔദ്യോഗിക ചാർജ് വരുന്നത്. അത് കമ്പനികൾക്ക് അനുസരിച്ച് മാറ്റം വരുന്നതുമാണ്. നിങ്ങൾ നൽകേണ്ടി വരും, അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതിന് കൃത്യമായ ബില്ലും അവർ തരും. അപ്പോൾ ഒരു പ്രധാന കാര്യം ഓർക്കുക, ഈ പരിശോധന നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഗ്യാസ് ഏജൻസിയിൽ നിന്നും ആളുകൾ വരുമ്പോൾ ഈ പരിശോധനയ്ക്ക് നമ്മൾ സഹകരിക്കണം. എന്നാൽ വ്യാജന്മാർ വന്ന് നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ വരുന്ന ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു വാങ്ങി ഉറപ്പുവരുത്താനും മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഇതിനോടകം ഈ പരിശോധന കഴിഞ്ഞോ? എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ നിർദ്ദേശിച്ചത്? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഗ്യാസ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.